അത്തപ്പൂ ഇടാനായിട്ട് ഓട് നടന്ന് പൂ നോക്കുമ്പോൾ ഒരൊറ്റൊരെണ്ണം പോലും കാണത്തില്ല. എന്നാലോ ഓണം കഴിയുമ്പോൾ എല്ലാം കൂടെ മത്സരിച്ചങ്ങോട്ട് വിരിയും. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. തരാവോ 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 തരാവോ. വന്നിപ്പോൾ കള്ളക്കരച്ചിലിൻ്റെ ആളാണമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങോട്ടേ കൊപ്പിച്ച് തന്നെ താനെ അതിൻ്റെ ടേസ്റ്റൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന നിപ്പാണിത്. എത്ര പേർക്കുണ്ട് ഇങ്ങനത്തെ കഴിവൊക്കെ? അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് വേഗം പോയി തുണിയൊക്കെ അലക്കിയപ്പോഴേക്ക് എൻ്റെ ഗ്യാസ് തീർന്ന മട്ടായി. മുറ്റവും കൂടി വേഗം അടിച്ച് വരയിട്ട് അകത്തേക്ക് കയറാമല്ലോ എന്ന് ഓർത്തിട്ട് തുണിയുടെ വിരിയെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുറ്റവും കൂടി അടിച്ച് വരാനായിട്ട് പോയി. പൂവിന് കുറവുണ്ടെങ്കിലും മുറ്റത്ത് പുല്ലിന് കുറവൊന്നുമില്ല. പറിച്ച് കളഞ്ഞാലും നിമിഷ നേരം കൊണ്ടാണ് മുറ്റത്ത് പുല്ല് കിളിർത്ത് വരുന്നത്. അതുകൊണ്ട് എന്തത് അങ്ങനെ തന്നെ ഇട്ടേക്കുവാണ്. മുറ്റമൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു വാരി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നേരെ കുളിക്കാൻ പോകലാണ്. പെട്ടെന്ന് തന്നെ കുളിയും കഴിഞ്ഞ് വന്ന് ചായ അങ്ങോട്ട് കിട്ടും. കട്ടൻ ചായയാണേ. അങ്ങനെ ചായ എടുത്ത് പുറത്ത് നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കുടിക്കാമെന്ന് ഓർത്ത് പുറത്തെത്തിയപ്പോഴത്തേക്ക് അവിടെ വെയിലായി. ചായയുടെ കൂട്ടത്തിൽ വേറൊന്നും കഴിക്കാനായിട്ടില്ലാത്തതുകൊണ്ടല്ല കേട്ടോ ഇതെടുത്ത് കഴിക്കുന്നത്. ഓണം തീർന്നത് കൊണ്ട് എല്ലാ വീടുകളിലും ഈ രണ്ട് സാധനത്തിന് മാത്രം ഒരു ക്ഷാമവും കാണത്തില്ല. അങ്ങനെ വീട്ടിലെ പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് അവിടുന്ന് പെട്ടിയും പാക്ക് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.